36 ക്യാരക്ടർ പോസ്റ്റർ ഉണ്ടായിരുന്നു എമ്പുരാനിൽ. അതിൽ 19ാമൻ പി പീതാംബരൻ എന്ന മന്ത്രി, IUF വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ്. എന്നോടൊപ്പം ഉള്ളത് നന്ദചേട്ടനാണ്. നന്ദചേട്ടാ നമസ്കാരം. ഒന്നാമത്തെ കാര്യം, അത്രമേൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമ, ഒരു ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗം. പ്രതീക്ഷകൾ വാനോളമാണ്. പക്ഷെ ഒരു 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 ഹൈപ്പ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നാളായിട്ട് ആ ക്യാരക്ടർ പോസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ട്രെയിലർ എപ്പോഴായിരിക്കും എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. പല പല ദിവസങ്ങളായിട്ടുള്ള അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആരാധകർ. പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന നമുക്ക് നൽകാൻ പറ്റുമോ? എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു. എനിക്ക് വലിയ സൂചനയൊന്നുമില്ല. അല്ല, അത് ഒന്നാമത്തെ കാര്യം, രാജുവിന്റെ എല്ലാം സർപ്രൈസുകളാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വരും. കാര്യം ഇതിനിടയിൽ മറ്റേ എന്താ പറഞ്ഞ ഒരു ടീസർ ലോഞ്ചിങ് എന്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പോകത്തില്ല, എന്നെ വിളിച്ചാണ്. അപ്പൊ അതുപോലെ ഇനി ട്രെയിലർ ലോഞ്ചോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പക്ഷെ അത് എപ്പോഴാ എങ്ങനെയാന്ന് അറിയില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി, അവിടെ 2 ആഴ്ചയേ ഉള്ളൂ ഇനിയിപ്പോൾ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും അറിയില്ല. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഞാനും ഹൈ എക്സ്പെക്ടേഷൻസിലാണ്. പിന്നെ ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിൽ. അതാണ്. 6 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ആ സിനിമയുടെ 2ാം ഭാഗം വരുന്നത്. അതും ഏകദേശം ഒരേ മാസം ഒരേ ദിവസമാണ്. 28ാം തീയതിയാണ് ആദ്യ ഭാഗമെങ്കിൽ 27ാം തീയതിയാണ് 2ാം ഭാഗം വരുന്നത്. കൃത്യം 6 വർഷത്തെ ഇടവേളയാണ്. ഞാൻ പറയുന്നത് അത്രയും ഈ 6 വർഷത്തിന്റെ ഗ്യാപ്പിൽ പോലും ആ ഒരു ഹൈപ്പ് അത്രയും മാത്രം നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ലല്ലോ. അല്ല, അത് ആ സിനിമയുടെ വിജയത്തിന്റെ ഒരു ഗുണം കൊണ്ടാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഒക്കെയാണ് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 2ാം ഭാഗം നന്നായിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്കതിന്റെ കഥയൊന്നും അറിയില്ല. കാര്യം അത് ആർക്കും അറിയില്ല. ശരിക്കും ഇതിന്റെ ആരംഭകാലങ്ങളിൽ ഇത് അറിയാവുന്ന 4-5 പേരേ ഉള്ളൂ. ലാലേട്ടനും പൃഥ്വിരാജും, ഇത് എഴുതിയ മുരളി ഗോപിയും, പിന്നെ ആന്റണി പെരുമ്പാവൂരും, അതിന്റെ ക്യാമറ ചലിപ്പിച്ച സുജിത്തിനും, പിന്നെ ഒരു പക്ഷേ അതിന്റെ അസോസിയേറ്റ് വാവയ്ക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കഥ ഇപ്പം അത് കംപ്ലീറ്റ് കഴിഞ്ഞത് കൊണ്ട് ഇപ്പോൾ മറ്റുള്ള ടെക്നീഷ്യൻ, സൗണ്ട് എഞ്ചിനീയേഴ്സിനും ഒക്കെ, എഡിറ്ററിനും ഒക്കെ അറിയാമായിരിക്കും ഇപ്പം. പക്ഷെ എന്നാൽ പോലും അത് ആരും വെളിയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല. ഈവൻ മഞ്ജു പോലും, ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, മഞ്ജു പറഞ്ഞു എനിക്കും അറിയില്ല ഏട്ടാ, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഡിറ്റർ ഇരിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സീന് നമുക്ക് ഇട്ട് കാണണമെങ്കിൽ കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രാജു പറയും കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് വേണേൽ കാണാം. പക്ഷെ അതിന് പോലും നമ്മൾ ശ്രമിച്ചില്ല. ഞാൻ ശ്രമിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം അതിൽ അനുഭവിക്കാം, അതിൻ്റെ ആ ഒരു രസത്തിൽ കാണാം എന്നുള്ളത് കൊണ്ട് മാത്രം അതൊന്നും കാണാൻ പോയില്ല. ഇപ്പൊ ഡബ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഏതെങ്കിലും ഒരു സീന് കാണണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇട്ട് കാണിച്ചു തരാം. ഞാൻ പക്ഷെ ചോദിച്ചില്ല. ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഒരേപോലെ തന്നെയാണ് അതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം അറിഞ്ഞു പോയാൽ അതിന്റെ സുഖം പോയി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ചോദിക്കാം, ഇതിനകത്ത് ആരാണ് വില്ലനായിട്ട് വരുന്നത്, എന്താണ് ചോദിക്കാം. അതൊന്നും നമ്മൾ ചോദിക്കാൻ പോയില്ല. ഈവൻ ദോ എനിക്ക് അറിയാമെങ്കിലും ഞാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പക്ഷേ അത് ഈ 36 പേരിൽ ആരെങ്കിലും ഒരാളാണോ? അത് പറഞ്ഞെന്തിനാ? ഒരു സസ്പെൻസ് അത് 37 വെച്ചോ, 37 എന്ന് വെച്ചോ. അപ്പൊ അതൊന്നും ഞാൻ പറയില്ല. കാര്യം അതൊന്നും പറയാൻ പാടില്ലല്ലോ. ഇനി ഞാനോ മറ്റാണോ വില്ലൻ എന്ന് പറഞ്ഞ പണ്ടാരോ പറഞ്ഞതുപോലെ അതും ആവാ കേട്ടോ, പറയാക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് കണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനേ പോയില്ല. അപ്പൊ ഒരു സാധാരണ അതിനകത്ത് അഭിനയിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പൊ ഒരു പൊതുജനങ്ങളിൽ ഒരാളായിട്ട് ഞാൻ നിൽക്കുക. ഈ സിനിമ വരുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് അത് എൻജോയ് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ രാജുവിന്റെ ഡയറക്ടോറിയൽ എബിലിറ്റീസിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളും രാജുവിന് വേണ്ടതെല്ലാം ആന്റണി ചെയ്തു കൊടുത്തു. എല്ലാ ആർട്ടിസ്റ്റുകളും സഹകരിച്ചു. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് നന്നായി വരാനാണ് സാധ്യത. നന്നാവും എന്നുള്ള പോസിറ്റീവ് ചിന്തയിൽ തന്നെയാണ് എല്ലാവരെ പോലെ ഞാനും ഇരിക്കുന്നത്. വളച്ചു കിട്ടില്ല ചോദിക്കാം, മമ്മൂക്ക ഉണ്ടോ ചിത്രത്തില്? അല്ല, സത്യത്തിൽ എനിക്കും അറിയില്ല. കാര്യം പക്ഷെ അതൊരു AI ജനറേറ്റഡ് പിക്ചർ ആയിരുന്നു എനിക്ക് തോന്നിയത്. ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല, അറിയില്ല. ഇനി തിയേറ്ററിൽ വരുമ്പോഴേ അറിയാവുള്ളൂ. കാര്യം വെളിവിടാത്ത സത്യമാണെങ്കിലോ നമ്മൾ ആരും അറിഞ്ഞു. കാര്യം ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാടുമാണ് എന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തെന്ന് അവർക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് സ്ഥലത്ത് ഷൂട്ട്, അമേരിക്കയിൽ ഷൂട്ട് ചെയ്തു, പിന്നെ UK ഷൂട്ട് ചെയ്തു,
പിന്നെ ദുബായിൽ ഷൂട്ട് ചെയ്തു, ഉം. പിന്നെ ബോംബെയിൽ ഷൂട്ട് ചെയ്തു, ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തു, ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്തു, ഒരുപാട് ലൊക്കേഷൻ ഷൂട്ട് ചെയ്തു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അദ്ദേഹം പോയി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഇല്ലെന്നേ പറയുള്ളൂ. കാര്യം ആ സസ്പെൻസ് ഒരു കാരണവശാലും വെളിയിൽ പോകണം. കാര്യം നമ്മളെ വായിൽ അത് ചിലപ്പോൾ ഇരിക്കില്ല. ഇതുപോലെ നിങ്ങളെ പോലെ ആൾക്കാർ ചോദിക്കുമ്പോഴേ പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുളമായില്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ഞാനും ഒരു പിക്ചർ കണ്ടത്. പക്ഷെ അതൊരു AI ജനറേറ്റഡ് പിക്ചർ പോലെയാണ് തോന്നിയത്. അത് ഏതോ ബിരുദൻ എൻ്റെ കാണിച്ച വേലയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അത് മാത്രമല്ല, ടീച്ചറിൽ നമുക്ക് ഉണ്ടായിരുന്നു, നമുക്ക് വൈറ്റിൽ വന്നു, ബാക്കി എല്ലാവരും ബ്ലാക്കിൽ. അപ്പൊ അതൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതെ. അത് കൺഫ്യൂഷൻ ആയി നിൽക്കട്ടെ. 27-ാം തീയതി കൺഫ്യൂഷൻ മാറട്ടെ എന്നുള്ളതാണ്. എനിക്കും മാറണം. 27-ാം തീയതി പോയിട്ടുണ്ട്. എനിക്കും അറിയാം അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അറിയില്ല, ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല. പക്ഷെ വേറെ അല്ലാതെ 1-2 വലിയ ഇന്റർനാഷണൽ ആക്ടേഴ്സിനെ തപ്പി ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അവരൊന്നും കിട്ടിയില്ല. അവർക്ക് ചില അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണം അവരെ കാസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ ഇപ്പൊ ഈ 10-30 പേരെ കാണിച്ചത് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതാണ് അടുത്ത ചോദ്യം വരുന്നത്. ഉത്തരം പറഞ്ഞല്ലോ. അറിയില്ല, എനിക്കറിയില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നാമത് ഇതിന്റെ കഥ അറിയില്ല. രണ്ടാമത് നമ്മൾ അഭിനയിച്ച ഭാഗം, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് IUF നടക്കുന്നത് അതൊക്കെ അറിയാം. ആ സിറ്റുവേഷനൊക്കെ രാജു എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇന്ന പോലെയാണ് ചേട്ടാ, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഇപ്പൊ ഇങ്ങനെയാണ്, അപ്പം ഇതാണ്, അപ്പം നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡബിങ് ചെയ്ത് തീർത്ത് പോയതിനു ശേഷം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില മുക്കലും മൂളല് പോലും രാജു പിന്നെ അത് കണ്ടിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 3-4 പ്രാവശ്യം കൊച്ചിയിൽ പോയിട്ട് ആ ചേഞ്ചസ് ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല പലരുടെയും ഇതിൽ. അപ്പൊ അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ചേട്ടാ, അതോടൊപ്പം തന്നെ ഈ പടം 2019 വരുന്ന സമയത്ത് ഈ നർക്കോട്ടിക്, ഡ്രഗ്സ് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് 2025 വരുമ്പോൾ ഇന്ന് MDMA ആയിട്ട് യുവാക്കൾ പിടിയിൽ, കേരളത്തിൽ ഇത് പ്രശ്നം, ലഹരി പ്രശ്നങ്ങൾ ഒക്കെ മാറുകയാണ്. ഞാൻ പറയുന്നത് 2019 മുരളി ഗോപിയുടെ വിഷൻ ഇപ്പോ എങ്ങനെയായിരിക്കാം ലോകത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അതിനു മുമ്പേ ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടംപോലെ വൻതോതിൽ കേരളത്തിൽ ഇത്രയധികം കൂടുന്നതും സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ നോക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള തോത് കൂടിയിട്ടുണ്ട്. അപ്പൊ എന്തിയാകും? അതെ, ഞാൻ പറയുന്നത് ആ സിനിമ സംസാരിക്കുമ്പോൾ പോലും എമ്പുരാനിലും അതുപോലുള്ള വിഷയം. ഇതിനകത്ത് അതുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഡ്രഗ്സിനെ പറ്റി, മറ്റതിനകത്ത് ഡ്രഗ്സിനെ പറ്റി വളരെയധികം പറഞ്ഞിട്ടുണ്ട്. നർക്കോട്ടിക്സ്, ഡർട്ടി ബിസിനസ്, മറ്റേത് മറിച്ചൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിലേ പറയാവുള്ളൂ. IUFന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനകത്ത് ഡ്രഗ്സുമായിട്ടുള്ള ബന്ധമൊന്നും നമ്മൾ അഭിനയിച്ച സീക്വൻസിലൊന്നും ഞാൻ ആ കൂടെ 4-5 സീനേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അവരവരുടേതായ പോർഷൻ അഭിനയിച്ചു പോയെന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊരു ഈ നർക്കോട്ടിക്സും കാര്യങ്ങളൊക്കെ കയറി വരണമെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും അതിന്റെ പ്രധാന നടന്മാരായ ലാലേട്ടനും മറ്റവരും ഒക്കെ അതിനകത്ത് വരണം. അപ്പൊ അവരുമായിട്ടുള്ള ഒരു സംഭവം അതിന് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം ഇതിനകത്ത് ഡ്രഗ്സിന് അങ്ങനെ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പോൾ കാണുമായിരിക്കാം, കാണില്ലായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. അത് വളരെ അലാമിങ് ആണ്. നമ്മള് കാര്യങ്ങൾ കൈവിട്ടു പോയോ? പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വരുന്നത്. കാര്യം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 10, 4,000, 5,000 കേസുകൾ രജിസ്റ്റർ ചെയ്യും, കുറെ പേര് അറസ്റ്റ് ചെയ്യും, കിലോ കണക്കിന് 1.5 കിലോ MDMA എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യം. ഇവിടെ 1 ഗ്രാം ഇരുന്നാൽ തന്നെ വലിയ പ്രശ്നമാണ്. അതിന് തന്നെ ഭയങ്കര വിലയെന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോ 1.5 കിലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അതൊക്കെ പോലീസ് ഇപ്പോഴെങ്കിലും വളരെ ആക്റ്റീവായിട്ട് എല്ലാരും തിരിച്ചറിയാൻ നോക്കൂല, ആര് കയറ്റിയിട്ട് നിൽക്കണമെന്ന് അറിയാൻ നോക്കൂല. ഇപ്പൊ കണ്ടില്ലേ, പോലീസുകാരുടെ വണ്ടി വരെ അടിച്ച് തകർക്കുക. അപ്പൊ അങ്ങനത്തെയൊക്കെ അവസ്ഥയില് ഇന്നലെ തന്നെ വെറുതെ നിന്ന് ആളുടെ കാലിൽ ചെന്ന് ചവിട്ടി, പെണ്ണിന്റെ കാലിൽ ചെന്ന് ചവിട്ടിയിട്ട് അവര് മിണ്ടാന്നപ്പോ നിങ്ങളെന്താ റിയാക്ട് ചെയ്യാത്തെന്ന് ചോദിച്ചിട്ട് അടി, കാലി ചവിട്ടിയിട്ട് റിയാക്ട് ചെയ്യാത്ത എന്താന്ന് ചോദിച്ചിട്ടാണ് അടി, വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്ന ആൾക്കാര് ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ അതിന് എത്രമാത്രം സിനിമയുമായിട്ട് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനകത്ത് അതിനെ പറ്റി വല്ലതും പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസോ എനിക്ക് മഞ്ജുവായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. ഇതായത് കേരള പൊളിറ്റിക്സ് ആ ഒരു വിഷയം ഇവിടുത്തെ IUFന്റെ ഇതുമായിട്ട് സായി ഏട്ടനുമായിട്ടുണ്ടായിരുന്നു, മഞ്ജുവായിട്ടുണ്ടായിരുന്നു, ബൈജു. അങ്ങനെ ഞങ്ങൾ പാവങ്ങൾ കുറച്ച് നടക്കുന്നത് ചോദിച്ചിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് നീ കൂടെ UK കൊണ്ടുപോയിക്കൂടെ എന്ന് രാജുവിനോട്. നന്നായി. പീതാംബരൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനകത്ത് അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു തമാശ ഉണ്ടായത്, അപ്പോഴാണ് അറിഞ്ഞത് ഇതിന് 3-ാം ഭാഗം ഉണ്ടെന്നുള്ളത്. അവിടെ സെറ്റ് വെച്ച് ഞങ്ങൾ അറിഞ്ഞു.
ഓ. അപ്പൊ ഞാൻ സായി ഏട്ടനും ഞാനും കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ സായി ചേട്ടൻ ഞാൻ പറഞ്ഞു, അണ്ണാ നിങ്ങൾ അറിഞ്ഞ ഇതിന്റെ 3-ാം ഭാഗം വരുന്നുണ്ടെന്ന് പറഞ്ഞു. 3-ാം ഭാഗം? ഞാൻ പറഞ്ഞു 3-ാം ഭാഗം ഉണ്ടെണ്ണ, പക്ഷെ മറ്റന്നാൾ ഷൂട്ടിംഗ് ഒന്നും ഇല്ല, അത് എപ്പോഴാണെന്ന് അറിയില്ല, ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേ കാണുള്ളൂ. ഓ 3-ാം ഭാഗം ഉണ്ടല്ലേ, അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അതിനകത്ത് പിന്നെ വേണ്ടേ, നമ്മളൊക്കെ വേണ്ടേ. എടാ എനിക്ക് അറിയില്ലടാ ഇതിനകത്ത് ഇനി എന്നെ വെടിവെച്ച് കൊല്ലുന്ന സംഭവം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു അത് എനിക്ക് പറഞ്ഞൂടല്ലോ. എന്നെ കൊല്ലുകയാണെങ്കിൽ വേലയൊക്കെ ഉണ്ട്, എന്റെ കയ്യിലുണ്ട് അഭ്യാസം, ഞാൻ എന്ത് ചെയ്യും? അതായത് ഞാൻ വെടികൊണ്ട് ഇങ്ങനെ വീണിട്ട് കട്ട് പറയണതിന് ഇങ്ങനെ വീണിട്ട് കട്ട് പറയണതിന് കഴിച്ചിരിക്കുമെന്ന്. അപ്പൊ ഞാൻ മരിച്ചില്ല. ഷാജാൻ പറഞ്ഞതാണ്, അങ്ങനെ ആദ്യ ഭാഗത്തില് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൽക്കൂലായിരുന്നു. നിൽക്കൂലായിരുന്നു. ഈ സായിയേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ണു പറഞ്ഞ് ചിരിക്കുമെന്ന് ക്യാമറ നോക്കിയിട്ട്. അപ്പൊ ഞാൻ മരിച്ചില്ലല്ലോ. അപ്പൊ 3-ാം ഭാഗത്ത് വരാമല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ രാജുവിനോട് തോന്നുന്നു, രാജു ചിരിയോട് ചിരി കേട്ടിട്ട് അയ്യോ അയ്യോ. അപ്പൊ ആളുകൾ ഇപ്പോഴും അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഈവൻ വിവേക് ഒബറോയ് വരെ രാജുവിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയണത് 2-ാം ഭാഗത്തില്. അപ്പൊ പറഞ്ഞു നിങ്ങളെ വെടിവെച്ച് കൊന്നില്ലേ? അപ്പൊ അയാൾ കുറെ കഥകൾ, അങ്ങനെയല്ല വെടി കൊണ്ട് വീണു, വേറൊരാളൊന്ന് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളൊരു കഥ ഉണ്ടാക്കിയിരിക്കും. രാജു കഴിച്ച് ഓടിക്കളഞ്ഞു അവസാനം എയർപോർട്ടിൽ വെച്ച കണ്ടു. ചിലപ്പോ ബിമലിനൊക്കെ ബോബിയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് മാറും. പറയാക്കൂല. സൈബോർഗായിട്ടൊക്കെ വരാമല്ലോ 3-ാം ഭാഗത്തില്. സ്പേസ് നടക്കുന്നു. ഇനിയിപ്പോ സ്പേസ് മാത്രമേ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ, ബാക്കി എല്ലായിടത്തും ബാക്കി എല്ലാ സ്ഥലങ്ങളും ആയി. നമ്മുടെ കാർ ഇവിടെ ഇരിപ്പുണ്ട്. ടീസറില് പുറത്തു വന്നതിൽ ഒരു ഷെഡിനകത്ത് പൊടി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കാറിന്റെ ഷോട്ട്. കഴുകിയാ ക്ലീൻ ആവും. അത് പൊടി പിടിച്ച് വെള്ളം ഒഴിച്ച് കഴുകിയാ പോരെ, അത് ക്ലീൻ ആവും. ഞാനിപ്പോ പോകുന്നുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് കഴുകാനായിട്ട്. ഞാൻ പോകുന്നുണ്ട്. വണ്ടി ഒന്ന് എടുത്തൊന്ന് ഓട്ടിക്കണം, എനിക്ക് നമ്മളെ പഴയ വണ്ടിയല്ലേ, അപ്പൊ എടുത്തുനിന്ന് ഓടിക്കണം. അപ്പൊ ഞാൻ രാജു ഇല്ല, ഒറീസയിലാണ് കണ്ടോ, ഹിന്ദി പടം എന്താണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. മഹേഷ് ബാബു ആയിട്ടുള്ള പടം ആയിരിക്കും. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച ഒന്ന് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്, വണ്ടി ഒന്ന് കാണാൻ. മിസ് ചെയ്യുന്നുണ്ടോ വണ്ടി മിസ് ചെയ്യുന്നുണ്ട്. വണ്ടി മിസ് ചെയ്യണ എങ്ങനെയാണ്, ഈ സിനിമ റിലീസ് കഴിഞ്ഞപ്പോ ഓരോരുത്തർ വിളിച്ചിട്ട് ബ്ലാങ്ക് ചെക്ക് തരാം, എത്ര രൂപ വെച്ച് എഴുതി. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എത്ര രൂപ ഇഷ്ടമുണ്ടോ അത് എഴുതി എടുത്തോ, എനിക്ക് ആ വണ്ടി വേണമെന്ന്. ഞാൻ പറഞ്ഞ ആ വണ്ടി ഞാൻ കൊടുത്തു, രാജുവിന് എത്രയോ. അയ്യോ കൊടുത്താ? ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അയാളത്തെ ചോദിക്കും. അപ്പൊ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞു തരാൻ സാധ്യതയില്ല, കാര്യം 2-ാം ഭാഗം ഉണ്ടെന്നാ കേട്ടോ, അതുകൊണ്ട് തരാൻ സാധ്യതയില്ല. അന്ന് നടന്ന സംഭവം. അപ്പോഴങ്ങനെ ഒരാളൊന്നുമല്ല, കുറെ പേര് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ വേണം, നിങ്ങൾക്ക് എത്ര ചെലവായി, അതിനെക്കാളും 2 രൂപ കൂടുതൽ തന്നേക്ക്, ആ വണ്ടി തരുമെന്ന് ചോദിച്ചു. ഒരു 5-6 പേരെങ്കിലും എന്നെ വിളിച്ചു. വളരെ സീരിയസ് ആയിട്ട് വണ്ടിയാണ്. ഒരാളാണ് സീരിയസ് ആയിട്ട്, ഞാൻ ചെക്ക് എഴുതി സൈൻ ചെയ്ത് തരാം, എമൗണ്ട് നന്ദു എഴുതിക്കോ, എത്ര 10 ആണെങ്കിലും 15 ആണെങ്കിലും എഴുതിക്കോ, എനിക്ക് ആ വണ്ടി വേണം. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ 100 കണക്കിന് വണ്ടി കിട്ടും, നിങ്ങൾക്ക് ഭ്രാന്താണ്, എനിക്ക് ആ വണ്ടി തന്നെ വേണം. ഞാൻ പറഞ്ഞു അതിന്റെ നമ്പർ 666 അല്ല, ഞാൻ 666 എഴുതി വീട്ടിൽ കൊണ്ടുവിടും. എനിക്കറിഞ്ഞൂടെ എന്തിനാ. ഞാൻ പറഞ്ഞ അത് കിട്ടില്ല, ഒരു രക്ഷയില്ല, കണ്ടിന്യൂറ്റി ആയിപ്പോയി, ഇനിയിപ്പം രാജു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അല്ല ഏട്ടാ, ഞാൻ ചോദിക്കുന്നത് ആ കാർ ഷൂട്ട് ലൊക്കേഷൻ വെച്ച് കണ്ടിരുന്നു, കാരണം ടീസറിൽ ഒരു പോർഷനിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വണ്ടിയുടെ കിടപ്പുണ്ടായിരുന്നു. അത് അല്ല, അത് ഞാൻ ഇഷ്ടമില്ലാതെ കൊടുത്തതല്ല, സന്തോഷത്തോടെ കൊടുത്തത് തന്നെ. എനിക്ക് വിഷമമൊന്നുമില്ല, കാര്യം എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മള് സ്ഥിരം യൂസിനൊരു വണ്ടിയുണ്ട്, ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങിച്ച് കുറെ പൈസ അതിൽ മുടക്കി നല്ല ഭയങ്കര സെറ്റപ്പ് ആക്കിയായിരുന്നു, അങ്ങനെ വച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ വെറുതെ യാദൃശ്യപ്പെട്ട് രാജുവിന്റെ ഒരു സിനിമ, ഏത് സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഷൂട്ടിങ് ഈ ലൂസിഫർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോ ഇങ്ങനെ വെറുതെ അടുത്തിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടപ്പോ ഈ ഫോട്ടോ വന്നു. ഞാൻ ഈ വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞു, രാജു എന്റെ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ കാണിച്ച ഉടനെ രാജു, അയ്യോ അണ്ണാ എനിക്ക് വണ്ടി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെടുത്തോ, എപ്പോ വേണം ചോദിച്ചു. എപ്പോ വേണം തന്നു. അപ്പൊ തന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ട്രിവാൻഡ്രത്ത് വിളിച്ച് എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഒരു ഡ്രൈവർ വരും. ഞാൻ ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത് അപ്പൊ തന്നെ താക്കോൽ എടുക്കാൻ പറഞ്ഞു, വണ്ടി എറണാകുളത്ത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ പൈസ പോലും സംസാരിച്ചില്ല, അപ്പൊ തന്നെ കൊടുത്തു വണ്ടി. അങ്ങനെ പിന്നെ ടിഒ ഫോം ഒപ്പിട്ട് കൊടുത്തു. പിന്നെ രാജു എത്ര രൂപ വേണം ചേട്ടാ, എത്ര എന്ന് പറഞ്ഞു വന്നു. ഞാൻ പക്ഷെ എനിക്ക് ചെലവായ കാശല്ല, അതിലും കുറച്ചാ പറഞ്ഞത്. എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ചെലവായി, എന്നാലും രാജുവിനല്ലേ കൊടുക്കണം, നമുക്ക് സന്തോഷം. അത് പിന്നെ പടത്തിൽ അപ്പൊ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഈ സിനിമയില് നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളെ കാറാട്ടോ, നിങ്ങളെ വണ്ടി ആ പടത്തിലെ ഹീറോ ആട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് റിലീസിന് മുമ്പേ തന്നെ എന്റെ ഷോർട്സ് ഒക്കെ കാണിച്ചു തന്നെ, കാർ ഇങ്ങനെ അതിന്റെ ഫസ്റ്റ് എൻട്രി ഉണ്ട്, ലാലേന്റെ എൻട്രി ഉണ്ടല്ലോ, സ്റ്റീഫന്റെ പ്രൈഡ് തന്നെ. അതെ, അപ്പൊ അതൊക്കെ കാണിച്ചു തന്നെ എനിക്ക്. അങ്ങനെ അപ്പൊ വണ്ടി നല്ല രീതിയിൽ ഇരിക്കുന്നു, സന്തോഷം. ചേട്ടാ 2-3 കാര്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എനിക്ക് ഈ ലൊക്കേഷനിൽ വെച്ച് ഓരോരുത്തരായിട്ടുള്ള ഒരു പേഴ്സണൽ അനുഭവം പറയണം, ലൊക്കേഷനിൽ വെച്ച് മാത്രം. എമ്പുരാനിൽ സായികുമാറായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു, എനിക്ക് പൃഥ്വിരാജായിട്ടുള്ള ഈ ലൊക്കേഷനിൽ എമ്പുരാനിൽ വെച്ചിട്ടുണ്ട്. അതൊരു സീൻ ഡിസ്കഷൻ ആവാം, എന്തോ ആവാം. പൃഥ്വിരാജുമായിട്ട് എന്ത് പറയാനാ, അല്ല ഒരു സീൻ എടുത്തപ്പോ
ഒരു സീനുണ്ട്, കുറച്ച് വലിയ സീനാണ്. അപ്പൊ ആ സീന് ഷൂട്ട് ചെയ്യാനായിട്ട് വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾ ലൊക്കേഷൻ വന്നു. അതൊരു രാത്രിയിലേക്ക് പോകുന്ന സീനാണ്. അപ്പൊ ഞാൻ സീൻ എനിക്ക് വായിക്കാൻ തന്നപ്പം സീനിന്റെ ബിഗിനിങ്ങിൽ ഞാൻ വന്ന് സായികുമാറിനെ സംസാരിച്ചിട്ട് ഞാൻ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞ ആ സീന് തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാണാം ആദ്യത്തെ ഒരു പേജിൽ 1.5 പേജിലേ ഞാൻ ഉള്ളൂ. പിന്നെ ഒരു 4-5 പേജ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 8:30 മണിയാകുമ്പോൾ കഴിയും. അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഫുഡ് റെഡിയാക്കി വെച്ചോ, ഞാൻ കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. കുറച്ചേ ഉള്ളൂന്ന് പറഞ്ഞു. അങ്ങനെ രാജു അപ്പം ഇത് കഴിഞ്ഞാൽ എനിക്ക് പോകാമല്ലോ ചോദിച്ചു. പോവാൻ ചേട്ടാ, ചേട്ടൻ ഇത്രേ ഉള്ളൂ. അയ്യോ ചേട്ടാ, ഒരു കുഴപ്പമുണ്ട്. എന്തോ അല്ല ചേട്ടാ, നടന്നു വരണ ഒരു സീനുണ്ട്. അത് ഇതിന്റെ ബിഗിനിങ് നടന്നു വരുന്നൊരു ഷോട്ട് ഉണ്ട്. അത് ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിറങ്ങി ലൈറ്റ് അപ്പ് ചെയ്ത് ഷൂട്ട്. അങ്ങനെ 12:45 ഞാൻ പോയത്. അങ്ങനല്ലേ ഒക്കെ ഉള്ളൂ. ഒരു സീന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് ഒരു മുറിക്കകത്താണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് എല്ലാം തീർന്നതിന് ശേഷം പിന്നെ വെളിയിൽ കോറിഡോറിൽ ഞാൻ നടന്നു വരണത് എടുക്കണം. അങ്ങനെ പോയപ്പോ 12:30 മണിയായി. അപ്പം അത് മാത്രമല്ല, അപ്പം വീട്ടില് മറ്റേ ചമ്മന്തി വലിച്ചു പോയി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിച്ചില്ല. മുരളി ഗോപിയെ ഞാൻ കണ്ടേയില്ല. ഈ ഷൂട്ടിങ്ങിനിടെ കണ്ടില്ല. മറ്റേ സമയത്ത് പല പ്രാവശ്യം കണ്ടിരുന്നു. അപ്പം അല്ലാതെ പിന്നെ ഒരു ദിവസം ഷൂട്ടിങ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കോവളത്ത് ലീല ഹോട്ടലിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട്, സിംഗപ്പൂരിലുള്ള ഒരു ഫ്രണ്ടുണ്ട്, കിരൺ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ ലീലയിൽ പോയിട്ട് അവിടെ ലീലയിൽ ബാറിൽ ഇരുന്ന് 2 കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു രാജുവും മുരളി ഗോപിയും കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു 10-10:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു രാജു ഞാൻ വിളിച്ചു, ഞാൻ ഇവിടെ ഉണ്ട്, വരട്ടെ, ബാട്ടാന്ന് പറഞ്ഞു. അവിടെ ചെന്നു, ഞങ്ങൾ എന്നെ കൂടെ ചെന്നു. അപ്പൊ ഈ കിരണിനെയൊക്കെ അറിയാം, രാജുവിന് നല്ല പരിചയമുണ്ട്. അപ്പം ഞാൻ കഥ എഴുതുകയാണോ ചോദിച്ചു. അപ്പം ഒരു ബോംബ് ഇട്ടതുപോലെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. ചേട്ടന്റെ സീന് എങ്ങനെ എണ്ണം കുറയ്ക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സീനായിപ്പോയി, അതുകൊണ്ട് അത്രയും വേണ്ട, ചേട്ടന് കുറച്ച് ഞാൻ പറഞ്ഞു ചുമ്മാ ഞാൻ പോണ വെറുതെ വന്ന് എന്റെ സീനെ കുറയ്ക്കാനാ. അങ്ങനെ അപ്പൊ കണ്ടതാ. പിന്നെ ഞാൻ മുരളിയെ കണ്ടേയില്ല. പിന്നെ അല്ല, ഞാനുള്ള സമയത്ത് സെറ്റ് വന്നിരുന്നു 1-2 പ്രാവശ്യം. പക്ഷെ അപ്പോഴും കാണാത്തില്ല. ഞാനപ്പം അങ്ങോട്ട് വേറെ മാറി നിൽക്കുക, കാരവൽ ഡ്രസ് ചെയ്യുക, അങ്ങനെ ഇതൊക്കെ ആയിരുന്നു. അപ്പൊ വെളിയിറങ്ങി കഴിഞ്ഞ് ഷോർട്ട് സമയത്ത് ആരോ പറഞ്ഞു മുരളി ഇപ്പൊ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം മിസ്സായി പോയി. കണ്ടില്ല, തവണ കണ്ടില്ല. ലൂസിഫറിൽ പോലും ബോബിനെ എതിർക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ശബ്ദം ഉണ്ടെങ്കിൽ അത് പീതാംബരനാണ്. പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്തവണ വലിയ ചേഞ്ച്, പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. കാരണം നമുക്ക് ഈ പടങ്ങളൊന്നും പ്രതീക്ഷിക്കാം, ആര് വേണോ എപ്പോ വേണോ തിരിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ. നമ്മള് സത്യസന്ധനായിട്ട് ഉള്ള ഒരു മനുഷ്യനാണ്. അത് ആദ്യം ഷൂട്ടിങ്ങിന്, ലൂസിഫറിന്റെ ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ഡേ ലൊക്കേഷൻ എത്തുമ്പോഴത്തേക്കും ലാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ പടത്തില് നിന്റെ ക്യാരക്ടർ ഒറ്റ വാക്കിൽ പറയാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കേട്ടാ വെച്ചു, ഈ മൊത്തം സിനിമയിൽ നല്ലവനായിട്ട് നീ ഒരുത്തനെ ഉള്ളൂ, ബാക്കി എല്ലാരും കുഴപ്പം, നീ ഒരുത്തൻ മാത്രമേ ഒരുത്തൻ നല്ലവനുള്ളൂ. അപ്പൊ ആ നന്മയും കൊണ്ട് ഇപ്പോഴും എങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. നീ പറയാകൂല അപ്പൊ തിരിയുന്നു. മൂന്നാം ഭാഗമൊക്കെ വരുന്നുണ്ട്, പറയാൻ പറ്റത്തില്ല. ചേട്ടാ, ഈ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ്, കാരണം മലയാളത്തിൽ ഏറ്റവും വലിയൊരു പ്രോജക്ട് വരികയാണ്. അതിന്റെ ഇടയിൽ കൂടെ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ അല്ല, അത് പതുക്കെ വിവാദത്തിലേക്ക് വരുന്നു എനിക്ക് മനസ്സിലായി. ഇല്ല, ഞാൻ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഞാൻ പറയുന്ന അന്നാണ് അവസാനം ഈ സിനിമാ സമരം അവസാനിക്കുന്ന ദിവസമാണ് ഇതിലേക്ക് ലാസ്റ്റ് പോസ്റ്ററും വരുന്നത്. പിന്നീട് അങ്ങോട്ടാണ് അപ്ഡേറ്റുകൾ നിന്നത്. ആന്റണി എന്ന നിർമ്മാതാവിന് ഇത്തവണ ഒരു 11 ഹെലികോപ്റ്റർ ഒക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജിന്റെ പോസ്റ്റർ കണ്ടിരുന്നു. ഒരു വമ്പൻ ക്യാൻവാസിൽ ഈ സിനിമയെ ഒരുങ്ങുന്നുണ്ട്. ആ നിർമ്മാതാവിന് വെക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം എത്രമാത്രം എന്ന് അറിയാനായിട്ടാണ്. നിർമ്മാതാവ് എന്നുള്ളതിൽ ഭയങ്കര ടെൻഷൻ തന്നെയാണ്. അപ്പം അതിനകത്ത് ആന്റണി ഒരു ദിവസം ലൊക്കേഷനിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞ ഒരു പോയിന്റ് കേട്ടിട്ട് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി. ഞാൻ എന്നിട്ട് 1-2 പേര് പറഞ്ഞു, അവരുമൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പൊ ആന്റണി ചിരിച്ചോണ്ടാ എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഈ നാളെ ഹെലികോപ്റ്റർ വേണമെന്ന് പറയുമ്പോൾ പിന്നെന്താ എന്ന് പറയും. എന്നിട്ട് ആന്റണിയുടെ ടെൻഷൻ നമുക്ക് മനസ്സിലാവും. കാര്യം എന്താ, ഒരു ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അതിന്റെ വാടക കൊടുക്കണ ഇത് കിട്ടണ്ടേ. മാത്രമല്ല, ഇപ്പം ബാംഗ്ലൂരോ ചെന്നൈയിലോ ആണ് ഷൂട്ടിംഗ് എങ്കിൽ ഹെലികോപ്റ്ററൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഇത് തിരുവനന്തപുരത്ത് അല്ലെ കൊച്ചിയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി വരണ്ടേ ഈ സാധനം. അപ്പൊ അതിനുള്ള കാശ് ആ വരുന്നു പോകുന്നതിന് തന്നെ 10-20 ലക്ഷം രൂപയാവും. പിന്നെ വാടക വേറെ. അപ്പൊ നല്ല കാശാവുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷെ പടത്തിൽ അത് ഭയങ്കര രസമായിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ പെട്ടെന്നൊരു ഹെലികോപ്റ്റർ വേണമെന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ ടെൻഷനാണ്. മാത്രമല്ല, ഈ ലൊക്കേഷനിൽ ചെന്നാൽ എല്ലാ ദിവസവും എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ്
തന്നെ ഒരു 5-6 കോടി രൂപയെങ്കിലും മുടക്കി കാണുന്നു. കാര്യം 4,000-5,000 ഒക്കെ മിനിമം ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. ഭയങ്കര ഇതിനകത്ത് അതിനെക്കാളും കൂടുതലാണ്. അപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എത്രയോ വണ്ടികള്. കാര്യം സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴേ അത്രയും വേണമല്ലോ. സമ്മേളനത്തിന് 500 രൂപ വെച്ച് സമ്മേളനം കാണിക്കാമോ. അപ്പം ഇത്രയും ഇത് കാണുമ്പോൾ ഒരു ദിവസം ഇതുപോലെ പള്ളിപ്പുറം CRP ക്യാമ്പിനകത്ത് ഗ്രൗണ്ടിൽ ഫുള്ള് 5,000 ജൂനിയർ ആർട്ടിസ്റ്റ് ക്രൗഡൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആന്റണി കാരവനകത്ത് ഞാനും ആന്റണിയും സിദ്ധു പനകിലും ഒരുമിച്ചിരുന്ന ഊണ് കഴിച്ചത്. അപ്പം ആന്റണി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ടെൻഷൻ, ഓരോ കാര്യങ്ങൾ ടെൻഷന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഭയങ്കര ഈ തലയ്ക്കകത്ത് ഒരുമാതിരി വട്ടളം ഇരിക്കായിരിക്കുമല്ലോ, ഇതിങ്ങനെ കാര്യം ഓരോ ദിവസം എത്ര ലക്ഷം രൂപയാണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണത്. അപ്പൊ അതിൻ്റെ അടുത്ത് പറയാ, ചേട്ടാ ഞാൻ ഒരു ഐഡിയ എനിക്കുണ്ട്, അതിനനുസരിച്ച് ഞാൻ പോകണം. അതായത് ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇത്രയും ആൾക്കാരെ ഭയങ്കര ബഹളമൊക്കെ കാണുന്നു, ഫുൾ ക്രൗഡ്. ഇത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെയല്ല, ഈ ക്രൗഡ് വരുന്നു എന്നുള്ളതല്ല ടെൻഷൻ. ഇത്രയും ക്രൗഡ് വന്നിട്ട് മഴ പെയ്യുമ്പോഴാണ് ടെൻഷൻ. കാര്യം മഴ പെയ്താൽ ഷൂട്ടിംഗ് കുളമായി, ഷൂട്ടിംഗ് നടക്കൂല. അപ്പോൾ ഈ 5,000 പേരുടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷനും അന്നത്തെ ഫുൾ വണ്ടിയുടെ വാടക അത് ഇത് എല്ലാം വേസ്റ്റായി പോവാണ്. ആ പൈസ അങ്ങനെ വേസ്റ്റായി പോവാണ്. അപ്പം കാർമേഘം കാണുമ്പോഴത്തേക്കും ടെൻഷനാണ്. അതാണ് പ്രശ്നം. അല്ല ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടു തരുന്നതോ ഹെലികോപ്റ്റർ പറയുന്നതോ ഒന്നും അല്ല പ്രശ്നം. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എത്രയോ ലക്ഷം രൂപ മുടക്കി ഇതെല്ലാം വന്നു കഴിയുമ്പോൾ മഴ പെയ്തെന്ന് തോന്നി. നമ്മുടെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്, എപ്പോൾ മഴ പെയ്യുന്ന അറിയാനേ ഒക്കില്ല. ഇപ്പൊ തന്നെ മൂടിക്കെട്ടി നിൽക്കണം, പക്ഷെ മഴ പെയ്യുമോ അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും ഈ പ്രൊഡ്യൂസറെ വലയ്ക്കുന്നത്. ഇത് ബാക്കി ടെക്നീഷ്യൻസ് ആരും അത്രയും ഇതിലേക്ക് പോകുന്നില്ല. തീർച്ചയായിട്ടും അസോസിയേറ്റ് ഡയറക്ടറിന് ടെൻഷൻ കാണും. കാര്യം ഈ ആർട്ടിസ്റ്റ് ഡേറ്റ് കുളമാകുമോ, ഷൂട്ടിംഗ് മാറിപ്പോ, ഇതൊക്കെ അയാൾക്ക് പ്രശ്നമാകും. അപ്പൊ ആനിയുടെ പ്രശ്നം എന്ന് പറഞ്ഞത് ഇത്രയും പൈസ മുടക്കിയിട്ട് അത് വേസ്റ്റായി പോകുമോ എന്നുള്ള ഒരു ടെൻഷനാണ്. അപ്പം ഈ മഴക്കാറ് അപ്പൊ ആരോ എന്ന് പറഞ്ഞു, ചേട്ടാ അങ്ങോട്ട് മഴക്കാരൊക്കെ കാണുന്നുണ്ടെന്നല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാനാണ് ചോദിച്ചു. അതിപ്പോ ചേട്ടാ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഇത് ആരുടെയോ ഷൂട്ടിങ്, പാവം അവരുടെ കഷ്ടപ്പാട് ആലോചിച്ച് നോക്കിയെന്ന് ഞാൻ വണ്ടി കയറി പൊക്കളയോന്ന്. അയാളുടെ ഷൂട്ടിങ് ഞാൻ മനസ്സിൽ, ഇത് വേറെ ആരുടെയോ ഷൂട്ടിങ് കേട്ടാ, ഇത് അവരെന്ത് ചെയ്യുമോ കഷ്ടപ്പാട് എന്ന് പറഞ്ഞ് വണ്ടി എടുക്കണം, പോവാന്ന് പറഞ്ഞ വണ്ടി എടുത്ത് പൊക്കളയോന്ന്. ഞാൻ ചിരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പടമാണെന്നേ ഞാൻ വിചാരിക്കില്ല, വേറെ ആരോ ഷൂട്ട് ചെയ്യണ പടം, ഞാൻ ടെൻഷനൊന്നും എനിക്ക് തലക്കട്ടെ, ഞാൻ വണ്ടി കയറി പൊക്കളയോന്ന്. അങ്ങനെ അപ്പൊ അതൊക്കെ വെക്കുള്ളൂ, അല്ലാതെ എങ്ങനെ ഇത് താങ്ങാവും. ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു ചില്ലറ പൈസയുടെ ആവശ്യം വന്നാൽ തന്നെ നമ്മുടെ ടെൻഷൻ നമുക്കറിയാം. അപ്പൊ ഇത്രയും കോടിക്കണക്കിന് രൂപ വെച്ച് കളിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ടെൻഷൻ കാണും തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെയാണ് ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഇപ്പൊ വിവാദങ്ങളൊക്കെ ഉണ്ടായതൊക്കെ തന്നെ ഇതിന്റെ പുറത്തുള്ള ഒരു പ്രതിഫലനങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് ബഡ്ജറ്റും പുറത്ത് വിടാതെ തന്നെ ഒരു സ്കെയില് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ അല്ല കാര്യം തന്നെ ഇതിനകത്ത് ഇതെല്ലാത്തിനും ഉപരി വേറൊരു സംഭവം. ഇപ്പൊ ജനങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നാച്ചുറലി ആ പടം ഓടിയതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കാതെ വേണം ഒരു സിനിമ ഇറക്കുക. അങ്ങനെ ഇറക്കിയ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ആക്കിയാൽ അത് വലിയ കുഴപ്പങ്ങൾ ചെയ്യും. അത് നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മൊത്തം. പക്ഷെ ഇതിന് നമ്മൾ അങ്ങനെയല്ല, ഇതൊരു ചെറിയ പടമാണ്, ഒന്നുമില്ല, ഇത് കുഞ്ഞൊരു പടം അങ്ങനെ പറയാനേ ഒക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പ് വന്ന പടം ഇതിനേക്കാളും വലിയ സ്കെയിലിൽ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മൾ പറയാതെ തന്നെ ജനത്തിന് അറിയാം ഇത് അതിനേക്കാളും വലിയ പടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ അതിലേക്ക് വലിയ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ആദ്യം ചോദിച്ചില്ല എൻ്റെ അടുത്ത്. പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ലല്ലോ. ഈ അപ്ഡേറ്റ്സ് വരാതിരിക്കുന്നതിന്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കും. ജനത്തിന്റെ തലയിലേക്ക് ഇങ്ങനെ ഇതാണ് സംഭവം, ഇനി അങ്ങനെ വരണം ഇങ്ങനെ വരണം, പാറ്റൻ ടാങ്ക് കൊണ്ട് മറ്റേ ആന തലവത്തി മറിയണതുണ്ടെന്നൊക്കെ പറഞ്ഞ് മിസൈലുണ്ടെന്നൊക്കെ പറഞ്ഞ് ജനത്തിനെ അങ്ങ് ഒരു 9th ക്ലൗഡി കയറ്റുന്നതിന് പകരം സൈലന്റ് ആയിട്ട് ഇനി പോയിട്ട് റിലീസ് ചെയ്യാന്നുള്ളതായിരിക്കും ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാര്യം അങ്ങനെ ഈ കാര്യം തന്നെ ഈ ഓവർ എക്സ്പെക്ടേഷൻ വരുമ്പോഴുള്ള കുഴപ്പം അവരുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു സാധനം വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ബഹളം ഉണ്ടാക്കും, കൂവോ പ്രശ്നം ഉണ്ടാക്കും. ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, ലൂസിഫർ റിലീസ് ആവുന്നതിന് മുമ്പ് ഇതായിരുന്നു അവസ്ഥ. അതായത് ഒരു തരത്തിലും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ദിവസം കൊണ്ടാണ് മാറിയത്. അതെ അത് അങ്ങനെ പറഞ്ഞു തന്നെയാണ്, ഒന്നും പറഞ്ഞ് പ്രത്യേകിച്ച് വലിയൊന്നും പറഞ്ഞില്ല. അല്ല അതാണ് ശരിക്കും ഒരു നല്ല രീതി എന്ന് പറയുന്നത്. ജനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഇത് കൊടുക്കാതിരുന്നിട്ട് വരിക എന്നുള്ളതാണ്. മനസ്സിലായില്ല. പക്ഷെ എന്നാലും നിങ്ങളെ പോലത്തെ ആൾക്കാർ മൈക്കും കൊണ്ടിറങ്ങി എല്ലായിടത്തും ചെന്ന് ചോദിച്ച് എന്താണ് സംഭവിക്കണമെന്ന് അറിഞ്ഞ് ചകഞ്ഞ് ചൊരണ്ടി എടുക്കുന്ന പരിപാടി ചോദിക്കണമല്ലോ, സിനിമാക്കാരുള്ളിൽ ചോദിക്കാൻ പറ്റണോ അത് ഗുണം ചെയ്യുമല്ലോ എന്നുള്ളതൊക്കെ ഉള്ളൊരു വിഷയമല്ലേ അത്. അത് ശരിയാ. അല്ല നന്നായിരിക്കട്ടെ, അതിന് പ്രാർത്ഥിക്കാം. അതെ. അല്ല ഇപ്പം ഞാൻ പറയുന്ന ഈ സിനിമാ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിവാദത്തിലേക്ക്
വിവാദത്തിലേക്കല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളോ ചർച്ചകളോ വരുന്നു, അതിനിടയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാകുമ്പോഴേ പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ സംശയങ്ങൾ തന്നെ ഉണ്ടാവില്ലേ? ഒരുപാട് പ്രശ്നത്തിലാണ്. കാര്യം അതെ. OTT ഒന്നും ഈ റിലീസ് ചെയ്ത് തിയേറ്ററിൽ പോയി ജനം കാണുന്ന ഒരു പ്രോസസ്സേ നിന്നുപോയില്ലേ ഈ പിന്നെ കോവിഡോടുകൂടി. അതെ അതെ. അപ്പൊ അതിപ്പോ കുറേശ്ശെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. അതൊരു പൂർണ്ണ നിലയിൽ എത്തിയിട്ടില്ല. ആളുകൾ പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു? പണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം, വേറെ ഒരു മാർഗവും ഇല്ല. നോട്ടീസിൽ കൂടെ അറിയുള്ളൂ, പോസ്റ്റിൽ കൂടെ അറിയുള്ളൂ, ഉം. റേഡിയോയിൽ കൂടെ അറിയാം ഒരു പക്ഷേ. അല്ലാതെ എങ്ങനെയാണ് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്? 75-ലും 80-ലും 90, 85, 90 വരെ, 95 വരെയൊക്കെ എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്? ഉം. പിന്നെ കുറെയൊക്കെ TV-യിൽ അതെ. ഇപ്പോഴല്ലേ OTT. സിനിമയുടെ കഥ പോലും അവിടെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇതിൽ കൂടെ വെളി വരും. അങ്ങനത്തെ അവസ്ഥയായി ഇപ്പം. അപ്പൊ അതുകൊണ്ട് കാലം വളരുന്ന അനുസരിച്ച് ബുദ്ധിമുട്ടുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. അപ്പം അന്ന് ചാനലുകാർ എടുത്തോണ്ടിരുന്നു, ഇപ്പൊ ചാനലുകാർ എടുക്കുന്നില്ല, അതെ. പകരം OTT എടുത്തോണ്ടിരുന്നു. ഇപ്പൊ OTT എടുക്കുന്നില്ല. ഉം. അപ്പൊ ജനം തിയേറ്ററിലും പോകുന്നില്ല, OTT-ലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് ഈ മുടക്കിയ കാശുണ്ടാക്കും? കാശ് തിരിച്ചു പിടിക്കണ്ടേ? ഒരാൾ ഒരു കോടി രൂപ മുടക്കിയ, അല്ല 1 കോടി രൂപ എങ്കിലും തിരിച്ചു കിട്ടണ്ടേ അയാൾക്ക്? അത് നിർമ്മാതാക്കളുടെ പ്രശ്നമുള്ള ന്യായമാണ്. തീർച്ചയായും. 100% ന്യായം തന്നെ. പ്രൊഡ്യൂസർമാരുടെ പ്രശ്നങ്ങൾ ന്യായം തന്നെയാണ്. അല്ലാന്നൊന്നും ഒരിക്കലും പറഞ്ഞില്ല. അവർ കാര്യം കാശ് മുടക്കുന്ന ആൾക്കൊരു വില കൊടുക്കണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും ന്യായം തന്നെയാണ്. പിന്നെ ഓരോരുത്തർ പൈസ വാങ്ങിക്കണം അവരവരുടെ ഇഷ്ടമാണ്. ഉം. അതിപ്പോ നമുക്ക് പറയാക്കില്ല. എനിക്ക് ചെന്നിട്ട് ഒരാളത്ത് നിങ്ങൾ പൈസ ഉറക്കി, നമ്മളങ്ങനെ പറയും. നമ്മളത് ഞാനും അഭിനേതാവാണ്, ഞാനൊരു പ്രൊഡ്യൂസറല്ല. ഞാൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ എനിക്ക് ഇപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങളിത് പറയാം, എന്റെ ഈ പടത്തിൽ കുറച്ച് പൈസ കുറച്ച് വാങ്ങിക്കണം എന്ന് പറയാം. ഉം. ഉം. അത് അത് പക്ഷെ നമ്മള് ഒരു ഹീറോയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറോ ആരെങ്കിലും ഒരാളെ വച്ചിട്ടാണ് നമ്മൾ ആ പടം ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അപ്പൊ അദ്ദേഹം പറയണ അതും കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും. ഉം. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് കണ്ടിരിക്കുന്നത്. അതാണ് അതെ. ഇത്. എന്താ പറയണത്, എനിക്ക് കഷത്തിൽ നിന്ന് ഇരിക്കണ വീഴാൻ പാടില്ല, പക്ഷെ മോളിൽ നിന്ന് എടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഉം. എനിക്കിത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ കൈ എടുക്കുകയാണെങ്കിൽ ഇത് വീഴും, അതെ. ഇത് വീഴാൻ പാടില്ല എന്നാൽ അത് എടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് പോലെയാണ് അല്ല, സംഭവം. ഞാൻ പോയിന്റ് ചോദിച്ചോണ്ട് പറയാം. കാരണം ആ. ഇപ്പം ചാനൽ എടുക്കുന്നില്ല, OTT-യും ബിസിനസ് അതുപോലെ എടുക്കുന്നില്ല. നടക്കുന്നില്ല. പക്ഷെ ഈ പ്രതിഫലം കൂടുമ്പോൾ നിർമ്മാതാക്കൾക്ക് അത് തിരിച്ചു കിട്ടാൻ വേറെ 2 വഴികൾ അടഞ്ഞും പോയി. അപ്പൊ ഇവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഈ പ്രതിഫലം കുറയ്ക്കുക എന്നുള്ളത് അല്ല, ചോദ്യം അതുകൊണ്ടാണ് ഉള്ളത്. അവർ പറയണത്. കാര്യം ഇതേ പ്രൊഡ്യൂസർ തന്നെ പിന്നീട് ചെന്ന് ഈ അവരുടെ അസോസിയേഷനിൽ ചെന്ന് നിന്ന് കരയുകയാണ്, അതെ. ജീവിക്കാൻ മതി, ഗതിയില്ല എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പം ഇപ്പൊ വേറൊരു പ്രൊഡ്യൂസറുടെ കഥ പറഞ്ഞ അങ്ങനെ ഇതുപോലെ ചെന്ന് അവരുടെ സംസാരിച്ച പറഞ്ഞു, അവർ ചോദിച്ചു എത്ര രൂപ, 5 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ആദ്യമേ പറഞ്ഞു 5 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ഇട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് സന്തോഷം, അല്ല ഒക്കൂല എനിക്ക് സിനിമ ചെയ്തേക്കുള്ളൂ. ഇവര് ഡിസ്കറേജ് ചെയ്തിട്ടും അങ്ങനെ പോയി പടം ചെയ്തു. ഈ 5 കോടി രൂപ മുടക്കി പടം ചെയ്തിട്ട് ആ പടം റിലീസാവാതിരുന്നപ്പോ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതോ കുബുദ്ധികൾ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഒരു പടം കൂടെ എടുത്ത് ഇയാൾ കടം വാങ്ങിച്ചു 3-4 കോടി രൂപ കടം വാങ്ങിച്ചു വേറൊരു പടം കൂടെ എടുത്ത് 2 പടം ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇറങ്ങിയില്ല, എനിക്ക് അറിഞ്ഞൂടാ. ആ പ്രൊഡ്യൂസർക്ക് എവിടെ പോയെന്ന് പോലും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ടെക്നീഷ്യനും ആർട്ടിസ്റ്റുകളുടെയും ജോലി എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുന്നു, പോകുന്നു, അഭിനയിക്കുന്നു, കാശ് വാങ്ങിക്കുന്നു, പോകുന്നു. അല്ലാതെ ഇത് മുടക്കിയ ആളുടെ പുറകെ പോകേണ്ട ഇതില്ല. പക്ഷെ ധാർമ്മികമായിട്ട് അന്വേഷിക്കാം, എവിടെ ഉണ്ടെന്നുള്ള എന്താണെന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ വേണമെങ്കിൽ അതിനുവേണ്ടി ഇടപെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പൈസ മുടക്കി എന്റെ കയ്യിരിക്കുന്ന കാശ് മൊത്തം ഞാൻ സിനിമയിൽ കളയുമെന്ന് വാശി പിടിച്ച് ഇറങ്ങുന്ന ആൾക്കാരെ എങ്ങനെ തിരുത്താക്കും? മാറ്റാക്കൂല. ഇപ്പൊ എന്റെ അടുത്ത് പലരും ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ കുറെ വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഒക്കെ. അപ്പൊ എന്റെ അടുത്ത് വെച്ചൊരു പടം ചെയ്യില്ല ചോദിച്ചു. എന്റെ പ്രശ്നം ഇതാണ്, ഒന്നിലും ഞാൻ എന്റെ കയ്യിലെ കാശ് കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു 10 കോടി രൂപ നിനക്ക് തന്നിരിക്കുന്നു, ഞാൻ ഇത് തിരിച്ചു വായിക്കില്ല, നിനക്ക് എന്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ള ചെയ്തോ എന്ന് പറഞ്ഞ് തലയ്ക്ക് ഒഴിഞ്ഞ് ആ കാശ് തന്നാൽ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യാം. ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഞാൻ 10 കോടി രൂപ മുടക്കി, നീ 10 കോടി 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കൂലെന്നുള്ള അറിയില്ല. കാര്യം ഏത് പടം ഓടും ഏത് ഓടൂല, ജനം എങ്ങനെ സ്വീകരിക്കും ഒന്നും നമുക്കറിയില്ല. കാര്യം ഇതിനകത്തൊക്കെ ഈ ആൾക്കാരൊക്കെ ഈ ആർട്ടിസ്റ്റാണ്, ഹീറോ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് കഥ തന്നെയാണ്. ആ കഥ നല്ല, പിന്നെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ കഥ എങ്ങനെ സിനിമയാക്കി എന്നുള്ളതാണ്. ഇതിന്റെ ടെക്നിക്കൽ സൈഡും കൂടെ നമ്മൾ ആലോചിക്കണം. അഭിനയം എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള കഥ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. കഥ കൊള്ളൂല്ലെങ്കിൽ എങ്ങനെ പടം ഓടും? ജനത്തിന് ഇഷ്ടപ്പെടില്ല. ഇത് കാര്യം ഈ സിനിമ നമ്മൾ നേരത്തെ കണ്ടതല്ലേ. ഇപ്പൊ നല്ലൊരു സിനിമ, നല്ല സിനിമ, പക്ഷെ അതേപോലെ ഒരു സിനിമ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ജനം അപ്പൊ തന്നെ തിരസ്കരിക്കും, വേണ്ടെന്ന് വയ്ക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കഥ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റോറി തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അത് എങ്ങനെ കൺസീവ് ചെയ്ത് ഒരു സിനിമയാക്കി
എന്നുള്ളത് രണ്ടാമത്തെ ഘടകം. പിന്നെയാണ് അഭിനയവും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊരു കൾമിനേഷൻ ഓഫ് സോ മെനി തിങ്സ്. എന്നെല്ലാം മുകളിലിരിക്കുന്നത് താൻ പാതി ദൈവം പാതി, ഇത്രയേ ഉള്ളൂ. ആ ദൈവം എന്ന് പറയുന്നതാണ് പൊതുജനം. അവർക്ക് ഇഷ്ടപ്പെടണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്താൽ സിനിമ ഓടും. അപ്പൊ ഈ OTT-യുടെ ഒന്നും പ്രശ്നം നമ്മൾ ഉദിക്കുന്നത് തിയേറ്ററിൽ സുഖമായിട്ട് 10-50 ദിവസം ഓടുമെങ്കിൽ നല്ല കളക്ഷനാണ്. ഇപ്പോഴത്തെ കണക്കിൽ 50 ദിവസം പോലും വേണ്ട, 20 ദിവസം അങ്ങോട്ട് ഓടിയാൽ മതി. ഇറങ്ങി റിലീസ് ചെയ്യുന്ന തിയേറ്റേഴ്സിലെല്ലാം 20 ദിവസം 25 ദിവസം എന്തോ ഓടിയാൽ തന്നെ കളക്ഷൻ വരുന്ന പറയുന്നത്. എനിക്ക് അതിന്റെ ഡേറ്റയൊന്നും കറക്റ്റ് അറിയില്ല. പണ്ടങ്ങനെയല്ല, 100 ദിവസം ഓടിയാലേ പടം ഹിറ്റായി എന്ന് പറയാമോ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ 15-20 ദിവസം ഓടിയാൽ പോലും, കാര്യം 10, 300, 400 തിയേറ്ററിലല്ലേ ഇറങ്ങണം. അപ്പൊ അതിന്റെ ഇതുണ്ടാവും. എന്തായാലും എമ്പുരാനി തുടങ്ങി എവിടെ ചെന്ന് നിന്ന് വേറെ ഒന്നും ഇല്ല ചോദിക്കാൻ. ഇല്ല എമ്പുരാനിൽ തന്നെ ആദ്യത്തെ ഷോ 5 മണിക്ക് ഫാൻ ഷോ എന്നൊക്കെ പറയുന്നുണ്ട്. ഫാൻസ് വലിയ രീതിയിൽ ആഘോഷമാക്കുന്നുണ്ട്. കാരണം ആക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ പറയുന്നത് ഈ ഒരു ഹൈപ്പ് എത്ര ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് ഇടയിൽ ഉണ്ടാകും. അതൊരു ടെൻഷൻ ഉണ്ടോ ചേട്ടാ? അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. ഹൈപ്പ് എത്ര ജനറേറ്റ് കുറച്ചാൽ പോലും, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ പോലും അവര് ചാർട്ടി ആഘോഷമൊക്കെ തുടങ്ങും, ഒരുപാട് ഹൈപ്പ് വയ്ക്കും, 5 മണിക്ക് തന്നെ ഫാൻ ഷോ തുടങ്ങും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, അതിന് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് സിനിമാക്കാരെന്ന രീതിയിൽ അല്ല, തീർച്ചയായിട്ടും അല്ല, ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ സിനിമ നന്നായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് അതിന് ഗുണം ചെയ്യുമല്ലോ. പിന്നെ ഈ അഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങൾക്കെല്ലാം അറിയാം. ആദ്യം കേൾക്കുന്ന അഭിപ്രായമല്ല ശരിക്കുള്ള അഭിപ്രായം. കാര്യം ആദ്യം എന്തായാലും ഫാൻസിന്റെ അഭിപ്രായം. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞെങ്കിൽ കുറച്ച് മുമ്പോട്ട് പോകണം. ഒരു ദിവസമെങ്കിലും ഓടി അടുത്ത ദിവസത്തേക്ക് എത്തുമ്പോഴേക്കേ ജനങ്ങൾക്ക് കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ എന്തായാലും ഫാൻസ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് എന്തായാലും അവര് നന്നായിട്ട് പറയുന്നറിയാം. അപ്പൊ അവര് മോശം പറഞ്ഞതുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയണില്ല. അപ്പൊ അങ്ങനെ, അപ്പൊ അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. തീർച്ചയായിട്ടും ടെൻഷനുള്ള ആളുകൾ നന്നായിരിക്കുക. നമ്മൾ അഭിനയിച്ച ഇത്രയും ഒരു ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം നന്നാവണം എന്നുള്ള ആഗ്രഹം, അതിന്റെ നന്നാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഇരിക്കുന്നു. അതോടൊപ്പം ഒറ്റ ചോദ്യം കൂടെ, കുറെ സംശയങ്ങൾ നിൽപ്പുണ്ട്. ഇതെങ്ങനെയാണ് ഇതിന്റെ കഥ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഡീകോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ട്രെൻഡിങ്. ടീസർ കാണുക, അതിൽ എന്തൊക്കെയായിരിക്കാം ഓരോ ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ട് നിൽക്കുന്ന മോതിരത്തിനെ സൂം ചെയ്തിട്ട് ആ മോതിരത്തിനകത്ത് ഒരു എംബ്ലം കാണിച്ചിട്ട് ഈ എംബ്ലം കുണാൻട്രിഫിക്കേഷൻ സിൻഡ്രോണി എന്ന് പറഞ്ഞ റഷ്യയിലുള്ള കമ്പനിയുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കാണിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ അത് അതുപോലെ അല്ലേ ഇത്. അപ്പൊ ഇതുവഴി അതിലോട്ട് പോകുന്നതല്ലേ അവര് കഥയാക്കി ഇരിക്കുക ഓരോരുത്തരൊക്കെ. അല്ല, അങ്ങനെ ഉണ്ട്. അത് ഓരോ ഷോർട്ടായിട്ട് ലാലേട്ടന്റെ ഈ മുഖത്തിന് നോക്കി. അല്ല, ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഒരു രസം. ഇതൊക്കെ അതല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇങ്ങനെ മൂവീസിനകത്ത്. ആയിക്കോട്ടെ, ജനത്തിന് കൂടുതൽ ടെൻഷൻ ആവും. അപ്പൊ ഇവർ ഈ പറയുന്ന സാധനം വെച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് തപ്പിയിട്ട് ഉടനെ തന്നെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അത് നോക്കിയിട്ട് ശരിയാണല്ലോ. ആയിക്കോട്ടെ. ചേട്ടാ, ഒരു കാര്യം, ഒരു നമ്മുടെ ഇന്റർവ്യൂവിനിടയിൽ തന്നെ പറഞ്ഞായിരുന്നു, ഇതിന്റെ വില്ലൻ ആരാണെന്ന് അറിഞ്ഞു എന്നുള്ളത്. അതെ, പറയില്ല, ഒരു സൂചന, ഒരു സൂചനയില്ല, എന്തെങ്കിലും ഒരു ഹിന്റ്, ഒരു ക്ലൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഞാനോ മറ്റോ ആണോ എന്നുള്ളതാണ്. കേട്ടോ, പറയാക്കൂല. പീതാംബരൻ ചില്ലറ കാരണമൊന്നുമല്ല, ഒരു ചെറിയ മീനല്ല. പീതാംബരൻ ചെറിയ മീനല്ല. എന്തായാലും ചേട്ടാ, താങ്ക് യു സോ മച്ച്. 27-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ഫൈനൽ നോട്ട് പ്രേക്ഷകർക്കിടയിൽ. ഇത് ഈ ഫൈനൽ നോട്ട് തന്നെ പിന്നെയും എത്ര പ്രാവശ്യം 5 പ്രാവശ്യം പറഞ്ഞില്ലേ? ഒന്നുകൂടെ പറ. എന്തോന്ന് എന്തായാലും എന്തെങ്കിലും ഒരു ഹിന്റ് പ്രേക്ഷകർക്ക് കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരൊറ്റ ഹിന്റ് വേണം തരാം. ഇതൊരു മലയാള സിനിമയാണ്. നമസ്കാരം.